മീഡിയാസിലേക്ക് സ്വാഗതം. ദിവ്യപ്രഭ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം ഏറെ പ്രശസ്തി നേടിയത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു അവാർഡ് നേടിയപ്പോഴാണ്. മലയാള സിനിമയ്ക്ക് ഏറ്റവും അഭിമാനമായ ആ മുഹൂർത്തം. അതിനു മുകളിൽ ഈ ഒരു സിനിമ തരംഗമായി സാധാരണക്കാരിലേക്ക് എത്തിയത് ദിവ്യപ്രഭയുടെ നഗ്നരംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ മുതലാണ്. അതെ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിലെ രംഗങ്ങൾ തന്നെയാണ് അതിൽ വരികയും പിന്നീട് അവർ തന്നെ അതിനെക്കുറിച്ച് വാചാലമാവുകയും ചെയ്തു. അത് ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി ചെയ്തതാണ്. അതിൽ അവർക്ക് യാതൊരു മടിയുമില്ല, അതിൽ സന്തോഷവും അത് ആത്മാർത്ഥമായി ചെയ്തതുമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കാണുന്നു ഈ ഒരു സിനിമ 2024 ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറുന്ന കാര്യവും. വേറെ ഒന്നുമല്ല, ഇവിടെ പല സിനിമകൾ 15 മുകളിലുള്ള സിനിമകൾ വലിയ രീതിയിൽ വിജയമായി 100 കോടി അടിച്ച സിനിമയുണ്ട്. പക്ഷേ ഈ സിനിമ നേടിയത് ഏകദേശം 15 കോടിക്ക് മുകളിൽ മാത്രമാണ്. പക്ഷേ സിനിമയുടെ ചിലവ് വളരെ ചെറിയ ഒരു ചിലവ് തന്നെയാണ്. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഒരു അവാർഡ് പടമായിട്ടാണ് ഇറങ്ങിയതെങ്കിലും കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള തരംഗമായി. ഇന്നും ബാംഗ്ലൂരിൽ ഹൗസ്ഫുൾ ഷോ ആയിട്ട് സിനിമ ഓടുന്നു. സിനിമയുടെ OTT എത്തുന്നു എന്നുള്ളതാണ്. OTT ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഇറങ്ങുന്നത്. ജനുവരി 3 സിനിമ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, തിയേറ്ററിൽ പോയി കാണാൻ കഴിയാത്തവർ ഇന്ന് OTTയിൽ തരംഗമാക്കുമെന്നുള്ള ദിവ്യപ്രഭ തരംഗം ഇനി OTTയിൽ ആണ് വരാൻ പോകുന്നത്. OTT നിന്ന് കത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ലെക്ക് അടിച്ചിരിക്കുകയാണ്. അവർക്കാണ് ഈ ഒരു സിനിമയുടെ വിതരണാവകാശം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിരിക്കുന്നത് OTTയിൽ. എന്താണേലും ആ നഗ്നരംഗങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് പേർ നമ്മൾ എക്സിൽ കണ്ടതാണ്. അത്ര ഗംഭീരമായിരുന്നു ആ 2 ദിവസത്തെ സോഷ്യൽ മീഡിയ. ഹാങ് ആവുന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വീണ്ടും ഇവിടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഹാങ് ആവാൻ പോകുന്നു. നല്ല മികച്ച ഒരു സിനിമ കാണാം എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാലും നമുക്ക് എടുത്തു പറയാനുള്ളത് മികച്ച ഒരു സിനിമ തന്നെയാണ്. എന്താണെങ്കിലും വലിയ രീതിയിൽ സ്ഥിരം കേരളത്തിൽ നിന്ന് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏകദേശം 20 ദിവസത്തോളം സ്റ്റഡി കളക്ഷനായി ഓടിയ സിനിമയാണ്. അതാണ് പറയുന്നത് ഈ ഒരു സിനിമ 2024 ഏറ്റവും വലിയ ഹിറ്റായിരുന്നു എന്നുള്ളത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.